എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല എന്താ ഗഫൂറെ, ഇന്ന് പണിയൊന്നുമില്ലേ? പണിയില്ലാഞ്ഞിട്ടൊന്നല്ലടോ, ആർക്കാണ് പണി കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചിരുന്നതാ. പണി കൊടുക്കാനോ? എന്താ ഗഫൂർ കൊട്ടേഷൻ തുടങ്ങിയോ? പറച്ചോനെ കുടുങ്ങിയോ? ആ പണിയല്ല വാസൂട്ടിയെ, ഇത് ശരിക്കുള്ള പണി, അതായത് വീട്ടുപണി. നമ്മളെ പുതിയ വീടിന്റെ പണി എടുക്കാണല്ലോ. വാർപ്പിന്റെ പണി നമ്മളെ നാട്ടുകാരെ ഏൽപ്പിക്കണോ അതോ ബംഗാളികളെ ഏൽപ്പിക്കണോ എന്നാലോചിക്കാണ്. ഇതിപ്പോ എന്താ അത്ര ആലോചിക്കാൻ? നമ്മുടെ നാട്ടുകാർക്കല്ലേ പണി കൊടുക്കേണ്ടത്. സംഗതി ശരിയാണ്, പക്ഷെ അതിലും വലിയ പണി നമ്മളെ നാട്ടുകാരെ ഞമ്മക്കിട്ട് തരുമെന്നുള്ള ഒരൊറ്റ കുഴപ്പമുള്ളൂ. അതെന്താ ഗഫൂറെ? എന്റെ വാസൂട്ടിയെ, മാസം ഒന്നായി ഈ പഴമാല പയ്യെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ആരും പണിക്ക് വരുന്നില്ലാന്ന്. ഞമ്മളെന്താണ് ചെയ്യാ? ഓ, ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് ഉണ്ടാക്കാന്ന് പറഞ്ഞാ എത്രയാ പണച്ചെലവ്? ഏയ്, വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു പണച്ചെലവുമില്ല. വീടുണ്ടാക്കിയാൽ മാത്രമേ പണച്ചെലവുള്ളൂ. അത് തന്നെയാ ഗഫൂറെ ഞാനും പറഞ്ഞത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിന്റെ പേരുള്ള ചെലവ് ചെയ്യലാണ് മോനെ സഹിച്ചുകൂടാത്തത്. ശരിയാ, ഇപ്പൊ അനങ്ങിയ പാർട്ടിയാണല്ലോ. പാർട്ടി നടത്തി നമ്മളെ ട്രൗസർ ഊറി മോനെ വാസുവോ. സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തതിന് പാർട്ടി, രജിസ്റ്റർ കഴിഞ്ഞപ്പോ അതിനും പാർട്ടി, ഫൗണ്ടേഷൻ ഇട്ടപ്പം ഗംഭീര പാർട്ടി, കട്ടിള വെക്കുന്ന മോനെ അതായത് മോനെ പാർട്ടി. ചുരുക്കി പറഞ്ഞാല് ഒരു വീട് വെക്കേണ്ട കാശ് ഇപ്പൊ തന്നെ പാർട്ടി നടത്തി തീർന്നു എന്നർത്ഥം. തന്നെ മോനെ തന്നെ. വാർപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആട്ട മോനെ, ഈ എങ്ങോട്ടാണ്? അച്ഛന് സുഖമില്ല, സീരിയസാ. പറച്ചോനെ, ഈ ഹോസ്പിറ്റലിലേക്കാണ്? അല്ല, ബിവറേജിലേക്കാ. അതെന്തേ എന്റെ അച്ഛനെ ബിവറേജിലാ അഡ്മിറ്റ് ചെയ്ത്? അല്ല ഗഫൂറെ, ചിലപ്പോ ഇന്ന് എന്നെ സംഗതി തീരും. അപ്പോ ദുഃഖം കാണാൻ വരുന്നവർക്ക് ലേശം സാധനം കൊടുക്കണല്ലോ. ഏത്? മനസ്സിലായി മോനെ, ഇതാണ് മരണ പാർട്ടി.